കോഴിക്കോട് കുട്ടിക്കാട്ടൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് കുടുംബം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് മരിച്ച മുഹമ്മദ് റിജാസിന്റെ സഹോദരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അവർക്കിപ്പോൾ അവരുടെ ആരുമല്ല മരിച്ചത്. എനിക്ക് എൻ്റെ അനിയനും എൻ്റെ കുടുംബത്തിനുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു അവർക്ക് സേഫായാൽ മതി. ഞങ്ങൾക്ക് അതുപോലെയല്ല. KSEBയിൽ പലതവണ പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥർ തകരാർ പരിഹരിച്ചില്ല. നേരത്തെ പരിശോധന നടത്തിയപ്പോൾ തകരാർ കണ്ടെത്തിയില്ലെന്ന വാദം സഹോദരൻ നിഷേധിച്ചു. ഇങ്ങനെ മരം അവിടെ അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതും പൊട്ടി വീണതല്ല. ഇത് നിരന്തരം അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും അവർ ഒരശ്രദ്ധ മൂലം സംഭവിച്ചതാണെന്നുള്ളതൊക്കെ നാട്ടുകാർക്കും ജനങ്ങൾക്കും മുഴുവനും എല്ലാ ആളുകൾക്കും അറിയാം. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. കേസുമായി മുന്നോട്ടു പോകും. പോലീസ് നരഹത്യ ഉൾപ്പെടെ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കണമെന്നും നാട്ടുകാരും ബന്ധുക്കളും ആവശ്യപ്പെടുന്നു. ഈ കേസിൽ IPC 304 ഇടുന്ന വരെയുള്ള രൂപത്തിൽ ഞങ്ങൾ നാട്ടുകാരും അതേപോലെ ഈ പ്രാദേശികമായിട്ടുള്ള എല്ലാ സംഘടനകളും ഇടപെട്ടുകൊണ്ടിരിക്കും. ഈ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പോൾ 5 ലക്ഷം ഗവൺമെൻറ് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു എന്നാണ് പറയുന്നത്. 5 ലക്ഷം എന്ന് പറയുന്നത് അവർ ഈ സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ, അതായത് ഈ 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ ജോലി ചെയ്യുന്ന കുട്ടിയാണ്, അവന് ഉള്ള ഒരു നഷ്ടപരിഹാര തുകയായിട്ട് കണക്കാക്കാൻ പറ്റുക? KSEB പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം അപര്യാപ്തമാണ്. സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ട് കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.